നിലമ്പൂർ ഭാഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ വരണ്ട, വരാതൊക്കെ നല്ലത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ ഞാൻ നിന്നാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, ദേവാരി കഴിച്ചിലാകാൻ പറ്റുള്ളൂ. ഇപ്പം അത്യാവശ്യമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ കരിമ്പഴ കൂടെ കയറുക, ചന്തക്കുന്ന് സ്റ്റാൻഡ്. അതിലാണെങ്കിലും കൂടുതൽ പോകണം, കൂടുതൽ ഓടണം. തിരിച്ചു വരുന്നതും അതിൽ തന്നെ വരിക. കണ്ടോ, ഫുള്ള് ബ്ലോക്കാണ്, കണ്ടോ, ഫുള്ള് ബ്ലോക്ക് തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. കഴിയുന്നതും ഇടക്കര ആ ഭാഗത്തുകൂടെയൊക്കെ പോയി പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പേരും ബ്ലോക്ക്. അതിനൊരു പരിഹാരം ഇപ്പോഴും ആയിട്ടില്ല. 2 വാഹനത്തിൻ്റെ പണി ഉണ്ടായിരുന്നു. ഓരോ വാഹനത്തിൻ്റെ പണി കഴിച്ചു. ആ ഉടുപ്പി ഹോട്ടലിൻ്റെ അവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു, അവിടുത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയാണ് വെളിയന്തോട് ഭാഗത്തും ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇതൊക്കെ ജാതി ബ്ലോക്കിലുള്ള റോഡിലൊക്കെ ഒരു പരിഹാരം, ഒരു ബദൽ മാർഗം കാണാതെയാണ് ഇവരൊക്കെ പണി. എന്തെങ്കിലും ഒരു ആംബുലൻസ് കേസ് കെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു എമർജൻസി കേസ് കെട്ടുകളൊക്കെ വരുമ്പോൾ ആണ് ഈ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ അർജൻറ്റൊന്നുമില്ല, അർജൻറ്റില്ല കേസ് കെട്ടുകൾ വരുമ്പോൾ അവിടേക്കുള്ള ആളുകളും ഇതേപോലെ ബ്ലോക്കായി നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് മറ്റേ നമ്മളെ ലൈൻ ബസ്സുകാർ അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി മറിഞ്ഞ് കണ്ട് നമ്മളൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ പോകും. അപ്പോൾ മറ്റേ സൈഡ് ഇതേമാതിരി ബ്ലോക്കായി കിടക്കും. ഒക്കെ കണക്കാണ്. റോഡ് നന്നാക്കുന്ന ആൾക്കാരും കണക്കാണ്, വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാരും കണക്കാണ്. കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിന്നാൽ ആ ബ്ലോക്ക് ഒഴിവായി കിട്ടും. നിൽക്കാൻ പറ്റാ, അതപ്പോൾ ചെയ്യാൻ അപ്പോൾ ഇങ്ങോട്ടില്ല ഒരാളിപ്പോൾ നിൽക്കും. അത് അവിടം വരെ ഉണ്ട്, കരിമ്പഴ വരെ നിൽക്കുന്നുണ്ടാവും. അവിടം വരെ നിന്നാലും ആൾക്കാരും ചെയ്യില്ല, അതിനെ പോവില്ല, ഇതിലെ തന്നെ വരുള്ളൂ. എന്താ ചെയ്യുക കേട്ടോ. ഇവിടെ കേട്ടോ, ഇപ്പോൾ ഇവലിപ്പോൾ അങ്ങോട്ട് തിരിയാൻ നിൽക്കുക ഓരോടെ. അതവിടെ ഈ മോഹലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിക്കണ്. പിന്നെ അവിടെ ഒരു മോഹലത്തിൻ്റെ പണി അതും കഴിഞ്ഞിക്കണ്. ആകെ ഒന്നുകൂടി ഉണ്ട്, അതും കൂടി തീർന്ന ഒഴിവായി കിട്ടും. പക്ഷെ എന്നാലും അതിൽ കൂടെ കയറി മറിഞ്ഞ് പോകേണ്ട ആ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ചെയ്യുക. എന്നാൽ അവിടെ ആ കരിമ്പഴൊക്കെ 2 പോലത്തിൻ്റെ പണി ഉണ്ടാകുമ്പോൾ പോലീസുകാരും പിന്നെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു പോകാറുണ്ട് കരിമ്പഴ ഭാഗത്ത് കൂടെ. ഇപ്പോൾ ഒരു മനുഷ്യനുമില്ല അവിടെ, ഒക്കെ ഓപ്പൺ ആക്കിയിട്ട്. എന്തിനാണത് ഓപ്പൺ ആക്കിയിട്ടതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. അടുക്കത്താതെ മനുഷ്യന്മാരെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോകണമെന്നുണ്ട്. അതൊന്നും കാര്യമില്ല. ബസ്സിൻ്റെ കണ്ടക്ടർ കണ്ടിട്ടുണ്ടാവും, കണ്ടക്ടർ നടന്നു പോകുന്നതിന് ഓന് സ്റ്റാൻഡിൽ പോയിട്ട് എന്താണ് അവൻ്റെ പരിപാടി. ബസ് എത്രയോ ബാക്കിലാണ്, അവിടെ ബസ്സിൽ നിൽക്കാൻ കഴിയില്ല പോകുന്നത്. എന്താ അപ്പം നിൽക്കാതെ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് അവസ്ഥ. രാത്രി ഇതിലാറ് അവസ്ഥയാണ്, ഇതിലാറ് മോശമാണ്. ഒരു വൈകുന്നേരം കാര്യം ഇതിനൊക്കെ ഒരു പരിഹാരം കാണാതെയാണ് ഇവർ ഈ പോകുന്ന പണിയൊക്കെ. എന്താ ഇപ്പം ഇതിനൊക്കെ പറയാം, ഒരു സിസ്റ്റം ഇല്ലാതെ പോവുകയാണ്. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട MLA നിലമ്പൂർ MLA കാണുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി. ഇതിനൊക്കെ ഇനി ആകെ ഒരു കാലം കൂടി ഉള്ളൂ, എന്നാലും